ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആന്റണിയെ തല്ലിയ കാര്യവും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി നമ്മുടെ രേവതി. അപ്പോൾ അത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് സച്ചി. ഈ സമയത്ത് പിന്നെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ രേവതി തല്ലിയതിൻ്റെ ആ ഒരു ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും രേവതിയോട് പകരം വീട്ടണം, അതിന് വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യണം. അങ്ങനെ ഇവന്മാർ അതിനെപ്പറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് നോവണമെന്നുണ്ടെങ്കിൽ അവളെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അത് സച്ചിയെ തന്നെ ചെയ്യണമെന്ന് കൂടെയുള്ളവർ പറയുമ്പം അതാണ് ഞാൻ ഇങ്ങ് വരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതാണ് നീ പറഞ്ഞതാണ് 100% ശരിയെന്നും അവളേക്കാൾ നോവുന്നത് സച്ചിയെ തൊട്ടാലാണ് അവൾക്ക് പണി കൊടുക്കാൻ പറ്റുന്നതെന്ന കാര്യം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് സച്ചിയെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആന്റണി കൂട്ടുകാരോട് പറയുന്നു. അതായിരിക്കും അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്ലാൻ അത് പറയാൻ പറഞ്ഞു കൂടെയുള്ളവർ. അപ്പോൾ സച്ചി അറിയാതെ അവൻ്റെ കാറിൻ്റെ ബ്രേക്ക് തകരാറാക്കി വെക്കണമെന്നും എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് അവനങ്ങ് തീർന്നോളൂ എന്നും പറയേ ഈ ആന്റണി. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവളും അവൻ്റെ ഒപ്പം അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു വയ്ക്കണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ കീ വേണ്ടേ? കാറിൻ്റെ കീ നമ്മളെങ്ങനെ എടുക്കും? അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യമാണ്, നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു ആന്റണി. ഒരാൾക്ക് അതിനെന്നെ സഹായിക്കാൻ പറ്റുമെന്നും ആന്റണി പറയാം. എന്നിട്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ആന്റണി ഫോൺ എടുത്ത് വിളിക്കാം. വേറെ ആരെയല്ല വിളിക്കുന്നത്, ശ്രുതിയെ. അപ്പോൾ ആന്റണിയുടെ കോള് കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് ഒരു പേടി. എന്താ ആന്റണി എന്നെ വിളിക്കുന്നത്? എന്താ ആന്റണി എന്ന് ചോദിച്ചു. ഫോൺ എടുത്തു. എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അല്ല, എന്ത് ഹെൽപ്പാ? സച്ചിയുടെ കാറിൻ്റെ കീ ഇന്ന് രാത്രി കുറച്ച് സമയത്തേക്ക് എനിക്കൊന്ന് വേണമെന്നും പറഞ്ഞു. ഒരു 10 മിനിറ്റത്തേക്ക് മതി എന്നും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. സച്ചി അവൻ്റെ ഭാര്യയും ഒരു പാഠം പഠിപ്പിക്കാൻ ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണെന്ന് അവൻ പറയാം. അല്ല, എന്താ ഐഡിയ, എന്താ കാര്യം? അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ എനിക്കത് ഒപ്പിച്ചു തരാൻ പറ്റുമോ? രാത്രി കാറ് ഒതുക്കിയതിന് ശേഷം കീ എന്തായാലും അവനവിടെ വെക്കുമല്ലോ. അവൻ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലം അത് എവിടെയാണെന്ന് നിനക്ക് അറിയാമല്ലോ. അത് നീ എടുത്ത് എനിക്ക് തരണം. അത് നീ ചെയ്യണം. ഞാനിപ്പോൾ ആ വീട്ടിൽ താമസമില്ലല്ലോ ആന്റണി, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? എന്നെ ഇനി ആ വീട്ടിൽ കയറ്റാനും പോകുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ അവിടുന്ന് കീ എടുത്ത് നിനക്ക് തരാനാണെന്ന് ചോദിച്ചപ്പം എനിക്ക് എന്തായാലും കീ കിട്ടിയേ പറ്റുള്ളൂ. നീ വലിയ സൂത്രക്കാരിയാണല്ലോ, എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് നീ അത് ചെന്നൊന്ന് എടുക്കാൻ നോക്കാൻ പറഞ്ഞു ഈ ആന്റണി. അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം നിനക്കും ഇല്ലേന്ന് ചോദിച്ചു. നിന്നെ അത്രമാത്രം ഉപദ്രവിച്ചിട്ടുള്ളവനല്ലേ അവൻ, അവനെ വെറുതെ വിടാൻ പറ്റുമോ? നിന്റെ അമ്മായിയമ്മ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പോലും കാരണം അവനല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ശ്രുതി ഇവൻ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇത്. അപ്പോൾ അവനോട് പ്രതികാരം ചെയ്യാൻ നിനക്കായിട്ട് കിട്ടിയ ഒരു അവസരം ഇത്, അത് നീയായിട്ട് ഒരിക്കലും കളയാൻ നിൽക്കരുതെന്നൊക്കെ ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചതായിരുന്നു. എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ശരിക്കും പറഞ്ഞാൽ അവൻ തന്നെയാണ്. പക്ഷേ വീട്ടിൽ ചെന്ന് കീ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആന്റണി. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ നവീൻ ദാസ് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, കാശ് ആവശ്യപ്പെട്ട് അവൻ വീണ്ടും നിൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ഇവളെ പേടിപ്പിക്കുക ആന്റണി. ഇപ്പം എനിക്ക് ഹെൽപ്പ് ചെയ്താൽ അന്നത്തെ പോലെ ഞാൻ അവനെ പാഴ്സൽ ചെയ്തോളാം എന്ന് ആന്റണി പറയുന്നു. അവനെ കൊണ്ട് പിന്നെ നിനക്ക് ഒരു ശല്യവും ഉണ്ടാവില്ല എന്നും. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഉറപ്പൊന്നും പറയത്തില്ല. സച്ചിയുടെ കാറിൻ്റെ കീ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ആന്റണിയെ വിളിച്ചോളാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശ്രുതിക്ക് ടെൻഷനായി. ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എന്ത് ചെയ്യും, എങ്ങനെ കീ എടുപ്പിക്കും? പെട്ടെന്നാണ് നമ്മുടെ ഭാമയുടെ കാര്യം മോക്ക് ഓർമ്മ വന്നത്. വേഗം തന്നെ പെട്ടിയും കിടക്കയായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. അവിടെ ചെന്ന് ഭാമാൻ്റെയെ കണ്ട് സോപ്പിടാനായിട്ട് ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടി എന്ന് ചോദിച്ചുകൊണ്ട് ഭാമ ദേഷ്യപ്പെട്ടു. ആൻറ്റി നല്ല ദേഷ്യത്തിലാണല്ലോ, നന്നായി ആക്ട് ചെയ്താലേ വന്ന കാര്യം നടത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ശ്രുതിയാണെന്ന് അറിഞ്ഞതും നമ്മുടെ ഭാമ വാതിൽ അടയ്ക്കാൻ നോക്കി. അയ്യോ ആൻറ്റി അടയ്ക്കല്ലേ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ച് തള്ളി അകത്തേക്ക് കയറി ചെന്നു. അപ്പം നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഇവിടേക്ക് വരണ്ട, എനിക്ക് നിന്നെ കാണുകയും വേണ്ട എന്ന് ഭാമ. അപ്പോഴത്തേക്കും ആൻറ്റി എനിക്ക് പോകാൻ വേറെ വീടില്ല ആൻറ്റി, എന്നെ കാണാനും വേറെ ആളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. എനിക്ക് ആകെയുള്ളത് എൻ്റെ ആൻറ്റിയാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെയൊന്നും പറയരുതേ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലേ. അപ്പോൾ നിന്നോട് ഞാൻ പിന്നെ എങ്ങനെ അടി പറയേണ്ടതെന്ന് ചോദിച്ചു. ഇനി കേൾക്കാനേ ഒന്നുമില്ലാന്നും ഭാമ പറയാം. നീ പറഞ്ഞത് വിശ്വസിച്ച നിൻ്റെ അമ്മായിമ്മയുടെ അടുത്ത് ചെന്ന് നീ ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഒടുക്കം ഞാനായി കുറ്റക്കാരി. എന്തിനാടി നീ ഇങ്ങനെ കള്ളത്തരം പറയുന്നേ എന്ന് ഭാമ ചോദിക്കുമ്പം എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ആൻറ്റി, എന്നോടൊന്ന് ക്ഷമിക്കാം ആൻറ്റി. അപ്പം ഇല്ല,
ആൻറ്റി ആൻറ്റി എന്നോട് ക്ഷമിക്കുക ആൻറ്റി എന്ന് പറഞ്ഞ ഭാമയുടെ കാലെ പിടിക്കുക. അപ്പം നീ എൻ്റെ കാലെ തറയിലിടാനല്ലേടി ഇപ്പം നീ എൻ്റെ കാലെ പിടിക്കുന്നത്? അയ്യോ അല്ല ആൻറ്റി, ഒരിക്കലും അല്ല ആൻറ്റി, കള്ളം പറഞ്ഞതിനാ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. പിന്നെ നീ അത് തന്നെയല്ലേടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ ശ്രുതി ഇങ്ങനെ നീ? അപ്പം ഞാൻ പറഞ്ഞില്ല ആൻറ്റി, എനിക്ക് പറ്റിയതാണെന്ന്. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ആൻറ്റി. അപ്പം എനിക്ക് മനസ്സിലാകുന്നില്ല നിൻ്റെ ഈ സ്വഭാവം. എന്തിനു നീ കാണിക്കുന്ന കള്ളത്തരത്തിന് നീ എന്നെ ഇങ്ങനെ കൂട്ടുപിടിക്കേണ്ട കാര്യം എന്താ? അതുതന്നെ എനിക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ ആൻറ്റി, എന്നോട് ക്ഷമിക്കുക ആൻറ്റി. ഒടുക്കം നീ ജയിലിൽ പോകുമ്പം എന്നെയും കൂടെ കൂട്ടാനാണ് നിന്റെ പരിപാടിയല്ലേ? അതുപിന്നെ ആൻറ്റി, സുധിയുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്നോട് ക്ഷമിക്കുക ആൻറ്റി. ആർക്കും ഉപദ്രവവും ഇല്ലാത്ത കള്ളം പറയാൻ ആൻറ്റി തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അതും കൂടി നീ എൻ്റെ തലയിലേക്ക് ഇട്ടുതാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക. അല്ല ഇപ്പം നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ക്ഷമ ചോദിക്കാനോ മറ്റോ ആണോ? അത് പിന്നെ ആൻറ്റി എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നങ്ങ് ഉരുണ്ട് കളിക്കാം. അപ്പം അതിന് വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി അതിലുണ്ട് ആൻറ്റി. എന്ത് കാര്യം? വേറെ ഒരു കാര്യവും നീ എന്നോട് പറയണ്ട. എന്നെ ഉപദ്രവിക്കാതെ നീ ഒന്ന് ചെല്ലാവോന്ന് ചോദിച്ചു ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും, അയ്യോ അങ്ങനെയൊന്നും പറയാതെ എൻ്റെ ആൻറ്റി, എന്നെ സഹായിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പം വീണ്ടും സഹായത്തിനായിട്ട് വന്നതാണല്ലേ? ദേ ശ്രുതി, ഞാനില്ല, നീ പോന്ന് നോക്കിയേ. അയ്യോ ആൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് മരിക്കേണ്ടി വരും ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവളാ ഒരു കാര്യം എടുത്തിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ എന്നും പറഞ്ഞ് നോക്കുക കേട്ടോ, പേടിച്ചു പോയി. എന്നിട്ട് ഫാനിലേക്ക് ഇങ്ങനെ നോക്കുക, കറങ്ങുന്ന ഫാനിൽ ഇവള് കെട്ടി തൂങ്ങും എന്നുള്ള കാര്യം ഭാമയ്ക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ, ഭാമയെ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ അങ്ങനെ നിൽക്കുക അവിടെ. അപ്പോഴത്തേക്കും കരച്ചിലിൻ്റെ ശബ്ദം കൂടി. മരിക്കുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല, കാരണം ഞാൻ ഈ ഫാനിൽ കെട്ടി തൂങ്ങിയാണല്ലോ മരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കുന്നു. അയ്യോ ഭാമ ശരിക്കും പേടിച്ചു. ഈ ഫാനിൽ കെട്ടിത്തൂങ്ങി ഞാൻ ആടും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് ഭാമയെ പേടിപ്പിക്കുന്നു. ഈ സമയത്ത് ഭാമ അന്ന് സ്വപ്നം കണ്ട കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുവാണ്. ആൻറ്റി എന്താ ആലോചിക്കുന്നേ? അല്ല നിനക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടേ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് സച്ചിയുടെ കാറിൻ്റെ കീ ഒന്ന് എടുത്ത് തരണമെന്ന് പറഞ്ഞു. എന്തിനാ നിനക്ക് കാർ ഓടിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അതൊന്നും അല്ല ആൻറ്റി, അത് പിന്നെ അന്ന് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണെന്നും പറഞ്ഞ് കാറിൽ കയറ്റി ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ബാഗ് അവൻ്റെ കാറിൻ്റെ ഡിക്കിയിലായിരുന്നു വെച്ചത്. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അതെടുക്കാൻ മറന്നുപോയെന്നും പിന്നെ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ തരാൻ മനസ്സില്ലെന്നും പറഞ്ഞെന്ന കാര്യം ശ്രുതി പറയാം. ഞാൻ കള്ളം പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അവൻ എന്നോടേ, അതുകൊണ്ട് അവൻ്റെ സ്വഭാവം അത് ആൻറ്റിക്ക് അറിയാവുന്നതാണല്ലോ. ആ ഒരു ബാഗിലെ എൻ്റെ ഡ്രസ്സും മാത്രമല്ല എൻ്റെ സ്വർണത്തിൻ്റെ വളയും മാലയൊക്കെ ഇരിപ്പുണ്ടെന്നൊക്കെ പറയാം. അയ്യോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ കീ കിട്ടിയാൽ ഡിക്കി തുറന്ന് എനിക്ക് ബാഗ് എടുക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയാം. പിന്നെ ആൻറ്റി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ വഴിയും കൂടെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്ഥിരമായിട്ട് അവൻ കീ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആരും കാണാതെ ആൻറ്റി അതൊന്നും എനിക്ക് എടുത്തു തരണമെന്ന് പറഞ്ഞു. അതിനെന്തിനാ ഞാൻ അവൻ കാണാതെ അവൻ്റെ വണ്ടിയുടെ താക്കോൽ മോഷ്ടിക്കുന്നത്? നിൻ്റെ ബാഗ് തരാൻ ഞാൻ അവനോട് സംസാരിച്ചാൽ പോരേന്ന് ചോദിച്ചു ഈ ഭാമ അന്നേരം. ഞാൻ പറഞ്ഞവൻ കേൾക്കും. അയ്യോ എനിക്ക് വേണ്ടി സംസാരിച്ച ആൻറ്റി നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ കട്ട് ചെയ്യും. ഓ അത് ശരിയാണല്ലോ. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഡിക്കി തുറന്നതിന് ശേഷം ബാഗ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് കീ ആരും കാണാതെ എടുത്ത് അവിടെ കൊണ്ട് വെച്ചാൽ പോരെയെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നെ ആൻറ്റി ബാഗ് എടുക്കുന്ന ആരെങ്കിലും കണ്ട് അതോടെ തീർന്നില്ലേന്ന് ചോദിച്ചു ശ്രുതിയെ. ആ വീട്ടിൽ പിന്നെ ആൻറ്റിക്ക് പോകാൻ പറ്റുമോ? പ്ലീസ് ആൻറ്റി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക, എന്നെ ഒന്ന് സഹായിക്കാം ആൻറ്റി. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമല്ലേ? പ്ലീസ് ആൻറ്റി, ഞാനത് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തോട്ടെ ആൻറ്റി, ഒന്ന് സഹായിക്കാം ആൻറ്റി. എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ ആൻറ്റി. ഇല്ലെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് ഭാനിലേക്കൊരു നോട്ടം. അത് കേട്ടപ്പോൾ പാവം ഞാൻ പോയി എടുത്തുകൊണ്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റി കെട്ടിപ്പിടിച്ചിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവളങ്ങനെ പോണു. ഇവളങ്ങ് പോയി കഴിയുമ്പോൾ എൻ്റെ ദൈവം ഇവൾ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കുമോ? ഞാൻ കീ എടുക്കുന്നത് വീട്ടിലുള്ളവർ കണ്ടാൽ അതും പ്രശ്നമാകുമല്ലോ, എടുത്തു കൊടുത്തില്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാകുമല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമ ഇങ്ങനെ ആകെ ത്രിസങ്കൂൽ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ഇങ്ങനെ നടന്നിറങ്ങി വരുന്നു, സ്റ്റെയർ ഇറങ്ങി. അപ്പോൾ ഒരു ബുക്കൊക്കെ വായിച്ച് നമ്മുടെ വർഷം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ടു രേവതി, പാവം നല്ല ക്ഷീണം ഉണ്ടാവും, ഉറങ്ങിപ്പോയെന്നാ തോന്നണേന്നും പറഞ്ഞുകൊണ്ട് രേവതി പതുക്കെ വന്ന് വർഷയുടെ കയ്യിലുള്ള ബുക്കൊക്കെ എടുത്തു മാറ്റി. എന്നിട്ട് വർഷ അവിടെ ഇങ്ങനെ നല്ലതുപോലെ കിടത്തു. ആ സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛനങ്ങ് വന്നപ്പോൾ എന്താ മോളെ എവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ വർഷം ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയ അച്ഛാന്ന് പറഞ്ഞു. ഉറങ്ങിക്കോട്ടെ എന്ന് അച്ഛൻ. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മുടെ രേവതിയും പറയാം. അല്ല അച്ഛൻ എന്നെ പറയാൻ വന്നേ? അല്ല അത് പിന്നെ അശോകൻ കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞായിരുന്നു, അവൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ പതുക്കെ സംസാരിക്കുന്നു. അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരിങ്ങനെ പതുക്കെ സംസാരിക്കുന്നതും കണ്ടേ
വന്നിട്ട് ഇടീ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ചയ്ക്ക് സംസാരിക്കുമ്പോഴത്തേക്കും അയ്യോ പതുക്കെ പറ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വാ പൊത്തി പിടിക്കുക രേവതി. അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുക, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ രേവതി. അപ്പോൾ എൻ്റെ വായ അടയ്ക്കാനും മാത്രം നിനക്ക് എൻ്റെ അമ്മയും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ രേവതി വീണ്ടും ചന്ദ്രയുടെ വാ പൊത്തി പിടിച്ചു. ചന്ദ്രൻ നീ ആ കൊച്ചിനെ ഉണർത്തില്ല, എൻ്റെ പൊന്ന് ചന്ദ്ര ആ കൊച്ച് അവിടെ കിടന്നൊന്ന് ഉറങ്ങിക്കോട്ടെ, നീ ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ എൻ്റെ വായ അടയ്ക്കാൻ മാത്രം നീ വളർന്നോടി, ഞാൻ അത്ര കായോടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക. എൻ്റെ പൊന്ന ചന്ദ്ര അതൊന്ന് ഉറങ്ങിക്കോട്ടെ, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ. സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ആരും ഉറങ്ങാൻ പാടില്ല, അത് ആരായാലും മോശമാണെന്ന് പറഞ്ഞപ്പം ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ അമ്മ എന്ന് രേവതി. ഒരുത്തിവളെ തലയെ കൊണ്ട് നടക്കാം, വല്ലപ്പോഴും ഒന്ന് താഴെ ഇറക്കടി എന്ന് പറഞ്ഞപ്പം ഞാൻ അവളെ തലയിൽ കൊണ്ട് നടക്കുന്നെങ്കിലും അതിനൊരു കാരണമില്ല അമ്മയെ ചോദിച്ചു. എന്ത് കാരണം? അപ്പോഴേക്കും ദേ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. ഷോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദേ ഓടിച്ചെന്ന് വാതിൽ തുറക്കും. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചാടി എഴുന്നേറ്റു. ഓഫ്, നശിപ്പിച്ചു. കോളിംഗ് ബെല്ല് തിരതരാന്ന് അടിച്ചുകൊണ്ടിരിക്കുക. എഴുന്നേറ്റു, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് രവിയേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ദേ അവൾ ഉണർന്നു. ആരായാലും നല്ല സമയത്താണ് വന്നത്. ആരാണാവോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി നിൽക്കുക. പിന്നെയും കോളിംഗ് ബെല്ല് ഇങ്ങനെ തുറന്നു അടിച്ചുകൊണ്ടിരിക്കാം. എൻ്റെ പൊന്നി ചന്ദ്രൻ നീ ഒന്ന് വേണമെങ്കിൽ ചെന്ന് തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ വാതിൽ ചവിട്ടിപ്പൊളിക്കുമെന്നാണ് തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ അന്നേരം അങ്ങനെ പറഞ്ഞു. അപ്പോൾ വർഷ നീ റൂമിൽ ചെന്ന് കിടന്നു, നല്ല ക്ഷീണം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ചേച്ചി ഞാനിവിടെ ഇരുന്നോളാമെന്ന് വർഷ പറയുക കേട്ടോ. ചന്ദ്രൻ ഇന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് നമ്മുടെ ഭാമയെ. നീയായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞാനാ എന്നും പറഞ്ഞ ഭാമ ഇടിച്ചു കയറി അകത്തേക്ക് ഇല്ല കേട്ടോ. ഭാമേ എന്ന് പറഞ്ഞ് രവിയേട്ടൻ വിളിച്ചു. പെട്ടെന്ന് ഓടി വന്നിട്ട് മോളെ വർഷയെ നീ പ്രഗ്നൻ്റ് അല്ലേ, ഞാൻ കുറച്ച് പലഹാരമൊക്കെ വാങ്ങി നിന്നെ കാണാൻ വേണ്ടി വന്നത്, അതാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അത് ഭാമ കൊടുത്തു. താങ്ക്സ് ആൻറ്റി എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. ഭാമ ഈ കോളിംഗ് ബെല്ല് ഒരു പ്രാവശ്യം അടിച്ചാൽ മതി, ഞങ്ങൾക്ക് ചെവിയൊക്കെ കേൾക്കാം കേട്ടോ എന്ന് രവിയേട്ടൻ. അപ്പോൾ അത് ഭാമ അത് പിന്നെ രവിയേട്ട ഒരു തവണ അടിക്കാൻ വേണ്ടി സ്വിച്ച് അമർത്തിയതാ, വിറയൽ കാരണം തുടരെ അടിച്ചു പോയതാണെന്ന് പറഞ്ഞു. വിറയലോ? അപ്പത്തേന് ഇവർ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. വിറയലോ? അല്ല ആൻറ്റിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് രേവതി ചോദിച്ചപ്പം അസുഖമൊന്നുമില്ല. അപ്പോഴത്തേക്കും താൻ ഇരിക്കുക, എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് രവിയേട്ടൻ അവിടേക്ക് അങ്ങ് പോയി. അപ്പോൾ ആൻറ്റി ഇരിക്കുക ആൻറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇരിക്കുക. അപ്പോൾ നീ ഇരിക്കടി എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ എല്ലാവരും പിടിച്ചിരുത്തു കേട്ടോ. അപ്പോൾ രേവതിയും വർഷവും ഇങ്ങനെ അവിടെ നിൽക്കുന്നു, ഭാമ അവിടെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ എനിക്ക് അറിയുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പേടിച്ചിട്ടാണ് എൻ്റെ കൈയും കാലും വരയ്ക്കാൻ. ഞാൻ ഇനി എന്നെ ചെയ്യും? കുറ്റബോധവും അത് വേറെ. കാറിൻ്റെ കീ എടുക്കാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ. സച്ചി ആണെങ്കിൽ വന്നിട്ടുമില്ല, അവൻ വരുന്നത് വരെ തന്ത്രപൂർവ്വം എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഭാമ മനസ്സിൽ ഇങ്ങനെ പലതും പ്ലാൻ ചെയ്യാം. ആ സമയത്ത് ഭാമയെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക ചന്ദ്ര. അല്ല നീ എന്നതീ ആലോചിച്ച് കൂട്ടണേ? ഒന്നുമില്ല ചന്ദ്ര, ഞാനൊന്നും ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അത് പിന്നെ വർഷേ മോളെ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ആൻറ്റി എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആൻറ്റി കൊണ്ടുവന്ന പലഹാരമൊക്കെ കഴിക്കണം കേട്ടോ മോളെ. ഭാമ പറയാനൊന്നും ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ല രേവതി സച്ചി വരാൻ കുറേ വൈകുമോ? അന്നേരം അറിയില്ല ആൻറ്റി, ദൂരെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും വരാൻ വൈകും, ഇല്ലെങ്കിൽ നേരത്തെ വരും. എന്താ ആൻറ്റി ചോദിച്ചേ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് അവനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. മറ്റുള്ളവരെ പോലെ അല്ലല്ലോ സച്ചി, അവനെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഭാമ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഭാമയെ തന്നെ തുറച്ചു നോക്കുവാണ്. മൊത്തത്തിൽ പേടിച്ച് വരച്ചിരിക്കുമ്പം ആൻറ്റിക്ക് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ പറഞ്ഞു വിട്ടു. അപ്പം ആൻറ്റി എനിക്ക് സുഖമില്ല, നല്ല ക്ഷീണം തോന്നുന്നു, ഞാൻ ഒന്ന് കിടക്കട്ടെ, അങ്ങനെ മോള് പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒഴിവാക്കേണ്ടത് നമ്മുടെ ഭാമയുടെ കൂടെ ആവശ്യമാണല്ലോ. അങ്ങനെ വർഷ അത് പലഹാരമൊക്കെ ആയിട്ട് നേരെ റൂമിലേക്ക് പോയി. ചന്ദ്രൻ ഇങ്ങനെ തുറച്ചു നോക്കുക ഭാമയെ. കാണുമ്പോൾ സന്തോഷം വരാനും മാത്രം അവൻ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് ഭാമ അന്നേരത്തേക്കും ചന്ദ്രയോട് പറയാം. അതൊന്നും ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. കാര്യം കാണാൻ നേരത്തെ സച്ച് കൊള്ളായിരുന്നു. അവൻ പെട്ടെന്നൊന്ന് വന്നാൽ മതിയായിരുന്നു ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെകളി കൂട്ടുക. ആ സമയത്ത് രേവതി ചായ ആയിട്ട് വന്നു. നമ്മുടെ സുതി തൊട്ടരികിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നപ്പോൾ ഭാമയ്ക്ക് സമാധാനമായി. വന്നു എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കാം. ശ്രുതി ആൻറ്റിയെ കാണാനോ മറ്റോ വീട്ടിൽ വന്നായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ കാണാൻ വരാറേ ഇല്ല എന്ന് പറഞ്ഞു ഭാമ. അത് കേട്ടോണ്ടാ സച്ചി കയറി വരുന്നത്. അത് കള്ളം, പച്ച കള്ളമെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും. അതേ അപ്പോൾ നമ്മുടെ സച്ചി വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഭാമയാണെന്നുണ്ടെങ്കിൽ ആരോട് ആൻറ്റി ഇതൊക്കെ പറയുന്നേ? അയ്യോ ഇല്ലില്ല, ഞാൻ അവളെ കാണാറില്ല, അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ആൻറ്റിയല്ലേ ഇവിടെ ഒന്ന് പറഞ്ഞെന്ന് ചോദിച്ചു സച്ചി. അത് പിന്നെ അവൾ ആൻറ്റിയോട് പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ സച്ചി ടൗണിൽ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാ. അതൊക്കെ വിട്ട് കള ആൻറ്റി, എനിക്ക് പിന്നെ ആൻറ്റി അറിഞ്ഞുകൂടെ നമ്മുടെ സച്ചി. അപ്പം അതേ ഒരിക്കൽ കണ്ടതോ കണ്ടു,
ഇനി അവളെ കണ്ട നിന്റെ വീട്ടിലെങ്ങാനും നീ കയറ്റിയ നീ ആയിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കുമെന്ന് ചന്ദ്ര പറയാം. അപ്പം അത് കേട്ടപ്പോൾ ഭാമയ്ക്ക് വീണ്ടും പേടിയായി. മാത്രമല്ല നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കുകയും ചെയ്യും. നീ എന്ന് അവളെ ഒഴിവാക്കിയോ അന്ന് ഞാനും ഒഴിവാക്കിയതാ എന്ന് ഭാമ അന്നേരം ചന്ദ്രയോട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചി. അപ്പോഴാണ് സച്ചി കയ്യിലിട്ട് കാറിൻ്റെ കീ ഇട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവൻ ഈ കീ എവിടെയാണാവോ കൊണ്ടുവന്ന് വെക്കുക, അതെനിക്ക് എടുക്കാൻ പറ്റില്ലേ, എടുത്ത് അവൾക്ക് കൊടുത്തില്ലെങ്കിൽ ആകെ പണിയാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താ ആൻറ്റിയുടെ മുഖത്ത് ഭയങ്കര ഒരു ടെൻഷൻ എന്നിങ്ങനെ രേവതി വന്ന് ചോദിച്ചു. ടെൻഷനോ? എനിക്ക് ടെൻഷനൊന്നും ഇല്ല. അപ്പം ടെൻഷൻ വന്ന് കയറിയപ്പോഴേ ഉണ്ടെന്ന് സച്ചി. നീ കാണാൻ കാത്തിരുന്ന ആൾ വന്നല്ലോ, കണ്ടല്ലോ, ഇനി പോയിക്കൂടെ, സമയം കുറേ ആയല്ലോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ സച്ചിയോട് സച്ചിയുടെ മുന്നിൽ വെച്ച് ഭാമയോട് പറയുന്നു. അപ്പോൾ എൻ്റെ സച്ചേട്ടാ, ആൻറ്റി നേരത്തെ വന്നതാ, സച്ചേട്ടനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇരുന്നതാണെന്ന് കാര്യം രേവതി ഇങ്ങനെ പറഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ അടികൂടി നോക്കുക കേട്ടോ. സച്ചേട്ടനെ കാണുമ്പോഴേ മനസ്സിന് എന്തോ ഒരു സന്തോഷം തോന്നുന്നതാ ആൻറ്റി പറഞ്ഞതേ. അത് കേട്ടപ്പോൾ ഇവനെ കാണുമ്പോഴോ സന്തോഷം തോന്നുന്നു. എൻ്റെ പൊന്നെ, വെറുതെ ഓരോന്ന് പറഞ്ഞ് ചുമ്മാ ചിരിപ്പിക്കല്ലേ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ സുധി അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി സുധിക്കിട്ടൊരു തട്ടും വെച്ച് കൊടുത്തു. ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, അപ്പം ആൻറ്റി സൂക്ഷിക്കണമെന്ന് നമ്മുടെ സച്ചി. ആൻറ്റി സച്ചേട്ടനെ കുറിച്ച് നല്ലതല്ലേ പറഞ്ഞോളൂ. അപ്പോൾ ഒരാവശ്യമില്ലാതെ ഒരാളെക്കുറിച്ച് നല്ലത് പറയുകയും പുകഴ്ത്തുമൊക്കെ ചെയ്താലേ അവരെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലത്രേ. അതാണ് എല്ലാവരും പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞപ്പം കിട്ടിയല്ലോ, കാണാൻ വേണ്ടി കാത്തിരുന്നിട്ട് അവൻ്റെ വായിൽ നിന്ന് വന്ന് മുഴുവൻ നീ കേട്ടല്ലോ എന്ന് പറഞ്ഞു ഭാമ ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ രേവതി ഞാൻ ഫ്രഷ് ആയിട്ട് വരുന്നത് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വയ്ക്കുക, നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോണു. പോയപ്പോഴത്തേക്ക് ആ താക്കോൽ ആ സൈഡിൽ വെച്ചിട്ട് വെക്കാൻ കൊടുത്തിട്ടാണ് കയറി പോകുന്നത്. അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ ചന്ദ്ര അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഭാമ ഈ താക്കോൽ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഭാമേ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ ചന്ദ്ര. പെട്ടെന്ന് ഭാമ അതെടുത്ത് ഒളിപ്പിച്ചു, സാരിയുടെ തലപ്പിൽ ഇങ്ങനെ ഒളിപ്പിച്ച് അങ്ങ് പിടിച്ചിട്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ദൈവമേ, പിടിക്കപ്പെട്ടു എന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.